ഇറാനെതിരായ യുദ്ധത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ഗുരുതരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നതായി റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം ഇരു നേതാക്കളും തമ്മിൽ നടത്തിയ ദീർഘമായ ടെലിഫോൺ സംഭാഷണത്തിലാണ് പശ്ചിമേഷ്യൻ യുദ്ധതന്ത്രങ്ങളെ ചൊല്ലി വൻ ഭിന്നത പരസ്യമായത്. ഇറാനുമേൽ ശക്തമായ വ്യോമാക്രമണം പുനരാരംഭിക്കണമെന്ന് നെതന്യാഹു വാശി പിടിക്കുമ്പോൾ യുദ്ധത്തിന് താൽക്കാലിക വിരാമമിട്ട് നയതന്ത്ര ചർച്ചകൾക്ക് ഒരു അവസരം കൂടി നൽകണമെന്നാണ് ട്രംപിന്റെ നിലപാട്. ഇറാനുമായുള്ള യുദ്ധം ഔദ്യോഗികമായി അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു പ്രാഥമിക ധാരണാപത്രം അഥവാ പീസ് മെമ്മോറാണ്ടം നിലവിൽ അണിയറയിൽ ഒരുങ്ങുകയാണെന്ന അതീവ പ്രാധാന്യമുള്ള വിവരം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് അയവ് വരുത്താൻ ലക്ഷ്യമിട്ടുള്ള ഈ സമാധാന കരാർ രൂപപ്പെടുന്നത് പാകിസ്ഥാൻ, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ സജീവമായ നയതന്ത്ര മധ്യസ്ഥതയിലാണ്. ഈ ചരിത്രപരമായ ധാരണാപത്രത്തിൽ ഇരുവിഭാഗവും ഒപ്പുവെക്കുന്നതിലൂടെ യുദ്ധതന്ത്രങ്ങളിൽ വലിയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് ഇരുവിഭാഗത്തിനും സമാധാന ചർച്ചകളിലേക്ക് കടക്കുന്നതിനായി 30 ദിവസത്തെ സുപ്രധാനമായ ഒരു സമയപരിധി അഥവാ താൽക്കാലിക വെടിനിർത്തൽ കാലയളവ് സമ്മാനിക്കും. ഈ 30 ദിവസത്തെ ഇടവേള തികച്ചും ഫലപ്രദമായി വിനിയോഗിക്കാനാണ് ട്രംപും സംഘവും പദ്ധതിയിടുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഇറാന്റെ ആണവ പദ്ധതികളുടെ ഭാവി നിർണ്ണയിക്കുക, ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമായി തുറന്നു കൊടുക്കുക തുടങ്ങിയ അതീവ സങ്കീർണവും ആഗോള പ്രാധാന്യമുള്ളതുമായ വിഷയങ്ങളിൽ ഈ താൽക്കാലിക വെടിനിർത്തൽ കാലയളവിനുള്ളിൽ തന്നെ കൃത്യമായി ഒരു പരിഹാരവും ശാശ്വത കരാറും കണ്ടെത്താനാകുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ശക്തമായി കണക്കുകൂട്ടുന്നത്. അമേരിക്കൻ മാധ്യമമായ ആക്സിയോസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നയതന്ത്ര നീക്കങ്ങളെക്കുറിച്ചുള്ള സമാധാന കരാറിനെക്കുറിച്ചും കേട്ടതോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അത്യന്തം പ്രകോപിതനും ആശങ്കാകുലനുമായി തലയ്ക്ക് തീ പിടിച്ചതുപോലുള്ള ഒരു അവസ്ഥയിലാണ്. ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ ഏതെങ്കിലും കാരണവശാൽ വൈകിപ്പിക്കുന്നത് ചരിത്രപരമായ വലിയൊരു തെറ്റായിരിക്കുമെന്നാണ് നെതന്യാഹു ഉറച്ചു വിശ്വസിക്കുന്നത്. ഇറാന്റെ സൈനിക ശേഷിയെ പാടെ തകർക്കുക, അവരുടെ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾ വ്യോമാക്രമണത്തിലൂടെ പൂർണ്ണമായും ഇല്ലാതാക്കുക, അതുവഴി അവിടുത്തെ ഭരണകൂടത്തെ സാമ്പത്തികമായും സൈനികമായും ദുർബലപ്പെടുത്തുക എന്നതു മാത്രമാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനും ഖത്തറും മധ്യസ്ഥത വഹിച്ച് മുന്നോട്ട് വയ്ക്കുന്ന സമാധാന ചർച്ചകളെയും വെടിനിർത്തൽ കരാറിനെയും അതീവ സംശയത്തോടെ മാത്രമാണ് ഇസ്രായേൽ വീക്ഷിക്കുന്നത്. ഇരു നേതാക്കളും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന് പിന്നാലെ നെതന്യാഹു കടുത്ത അസ്വസ്ഥതയിലായിരുന്നെന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ ട്രംപ് സ്വീകരിക്കുന്ന ഈ പുതിയ മൃദു സമീപനത്തിലും നയതന്ത്ര നിലപാടിലും ഇസ്രായേലിനുള്ള കടുത്ത ആശങ്ക വാഷിംഗ്ടണിലെ ഇസ്രായേൽ എംബസി വഴി അമേരിക്കൻ നിയമനിർമ്മാതാക്കളെ ഔദ്യോഗികമായി അറിയിച്ചതായും സൂചനകളുണ്ട്. ഇറാൻ യുദ്ധത്തോടുള്ള ഡൊണാൾഡ് ട്രംപിന്റെയും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും സമീപനങ്ങളിൽ തികച്ചും വ്യത്യസ്തമായ രാഷ്ട്രീയ സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉണ്ടെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഒരു പ്രമുഖ വ്യവസായി കൂടിയായ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ബിസിനസ് താൽപര്യങ്ങൾക്കാണ് ഇവിടെ മുൻഗണന നൽകുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധം നീണ്ടുപോകുന്നത് ആഗോള എണ്ണ വിപണിയെയും അതുവഴി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും ദോഷകരമായി ബാധിക്കുമെന്നതിനാൽ നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. പാകിസ്ഥാനും ഖത്തറും മുന്നോട്ട് വയ്ക്കുന്ന ചർച്ചകൾ പൂർണ്ണമായി പരാജയപ്പെട്ടാൽ മാത്രം സൈനിക നടപടികളുമായി മുന്നോട്ട് പോയാൽ മതി എന്നാണ് ട്രംപിന്റെ ഉറച്ച നിലപാട്. എന്നാൽ ഇതിൽ നിന്നും വിപരീതമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പ് ഭദ്രമാക്കാനുള്ള തന്ത്രങ്ങളാണ് മെനയുന്നത്. ഇസ്രായേലിലെ തീവ്ര സയനിസ്റ്റ് വോട്ടർമാരെ പ്രീതിപ്പെടുത്താനും തന്റെ അധികാരം നിലനിർത്താനും ഇറാനെ പൂർണ്ണമായി അടിച്ചമർത്തേണ്ടത് നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ആവശ്യമാണ്. ഈ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് ട്രംപിന്റെ നയതന്ത്ര നീക്കങ്ങളെ തള്ളിപ്പറഞ്ഞ് ഇറാനുമേൽ ഉടനടി ശക്തമായ വ്യോമാക്രമണം നടത്തണമെന്ന് നെതന്യാഹു വാശി പിടിക്കുന്നത്. ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള തന്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ അതീവ രൂക്ഷമായ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളുടെയും അടുത്ത നീക്കം എന്തായിരിക്കുമെന്നതിനെ ഉറ്റുനോക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹം. ട്രംപിന്റെ നയതന്ത്ര ചർച്ചകൾക്കുള്ള നീക്കങ്ങളിൽ കടുത്ത അതൃപ്തിയുള്ള നെതന്യാഹു US പ്രസിഡന്റുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തി യുദ്ധതന്ത്രങ്ങളിൽ പൂർണ്ണമായൊരു വ്യക്തത വരുത്തുന്നതിനായി അടിയന്തരമായി വാഷിംഗ്ടൺ സന്ദർശിക്കാൻ ഒരുങ്ങുന്നതായാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. പശ്ചിമേഷ്യ വീണ്ടും ഒരു വൻ യുദ്ധത്തിലേക്ക് നീങ്ങുമോ അതോ ഇസ്രായേലിന്റെ കടുത്ത എതിർപ്പുകളെ മറികടന്ന് പാകിസ്ഥാനും ഖത്തറും ചേർന്ന് ഒരുക്കുന്ന ട്രംപിന്റെ നയതന്ത്ര സമാധാന നീക്കങ്ങൾക്ക് വിജയം കാണുമോ എന്നത് വരും ദിവസങ്ങളിൽ വാഷിംഗ്ടണിൽ വെച്ച് നടക്കുന്ന ഈ നിർണായക ചർച്ചകളിൽ നിന്നും കൂടിക്കാഴ്ചകളിൽ
വാക്കുകളിൽ നിന്നും മാത്രമേ വ്യക്തമാവുകയുള്ളൂ. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നയതന്ത്ര ചർച്ചകൾക്ക് മുൻഗണന നൽകുമ്പോൾ ഇറാനെ സൈനികമായി തകർക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു വ്യോമാക്രമണത്തിന് വാശി പിടിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ഭിന്നത രൂക്ഷമാക്കുന്നു. പാകിസ്ഥാനും ഖത്തറും മുന്നോട്ട് വയ്ക്കുന്ന 30 ദിവസത്തെ സമാധാന കരാർ തള്ളിക്കളയുന്ന ഇസ്രായേലിന്റെ നിലപാട് മേഖലയെ വീണ്ടും ഒരു വൻ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. വരും ദിവസങ്ങളിൽ വാഷിംഗ്ടണിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിലൂടെ മാത്രമേ ട്രംപിന്റെ ബിസിനസ് നയതന്ത്രമാണോ അതോ നെതന്യാഹുവിന്റെ യുദ്ധരാഷ്ട്രീയമാണോ വിജയിക്കുകയെന്ന് വ്യക്തമാകൂ.